ഞാൻ ഇന്നലെ അവിചാരിതമായി മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇടയായി. ആ പ്രോഡക്റ്റ് നമ്മളുടെ വീടുകളിലേക്ക് നിരന്തരം ആവശ്യമുള്ളതാണ്, ഉപയോഗപ്രദമാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ വില കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത്രയും വിലയുണ്ടോ ഈ പ്രോഡക്റ്റിന് എന്ന് തോന്നിയപ്പോൾ ഞാൻ കടക്കാരനോട് ചോദിച്ചു. അന്നേരം പറഞ്ഞു, സാറേ ഇതിനകത്ത് നമുക്ക് ഒന്നും കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. 50 രൂപയാണ് അദ്ദേഹം ചാർജ് ചെയ്തത്. അപ്പോൾ മേ ബി ഒരു 5 രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു പെർ പാക്കറ്റ്, അല്ലെങ്കിൽ 10 രൂപ കിട്ടുന്നുണ്ടാകാം എന്ന് കരുതുന്നു. അതവിടെ നിൽക്കട്ടെ. ആ ഒരു പ്രോഡക്റ്റ് എന്താണ്, നമുക്ക് ആ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുമോ, അതിലെ ലാഭം എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേവലം 32 രൂപ പെർ kg കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഇല്ലെങ്കിൽ 40 രൂപ പെർ kg കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണത്. ആ പ്രോഡക്റ്റ് നമ്മൾ ബൾക്കായിട്ട് എടുത്ത് റീപാക്ക് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിന് തന്നെ 200 രൂപ പെർ kg വാങ്ങിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ 250 രൂപ പെർ kg വാങ്ങിക്കാൻ പറ്റും. സാധാരണഗതിയിൽ 250 രൂപ MRP ഇട്ട് 200 രൂപ വാങ്ങിക്കാൻ പറ്റും. ആ രീതിയിൽ ഉള്ള കച്ചവടം നടക്കുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് വരാം. അതിനു മുന്നേ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതും അതുതന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതാണ് ബ്രാസ് ആൻഡ് കോപ്പർ മെറ്റൽ ക്ലീനിങ് പൗഡർ. നമ്മൾ കരുതും ബ്രാസും കോപ്പറും മാത്രമേ അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂ എന്ന്, അതായത് ചെമ്പും ഓടും മാത്രം. അതല്ല, നമുക്ക് വേണമെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ ക്ലീൻ ചെയ്യാം, സ്റ്റീൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാം, സിൽവറിന്റെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാം. ഇതൊരു പോളിഷിംഗ് പൗഡറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറയുന്ന തരത്തിലുള്ള 6ഓളം മെറ്റീരിയലുകൾ നമുക്ക് ക്ലീൻ ചെയ്യാം, ഷൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോ വീട്ടിലും ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ്. ഞാൻ വാങ്ങിയത് ഞങ്ങളുടെ നിലവിളക്ക് തേച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നേരത്തെയും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അത് കണ്ടപ്പോൾ തോന്നി ഈ ഒരു വിവരം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മറ്റുള്ളവരെയും കൂടെ ധരിപ്പിക്കണമെന്ന്. അപ്പോൾ നമുക്ക് അതിന്റെ ഒറിജിനൽ വില ഭാഗത്തേക്കൊന്ന് പോകാം. ഇവിടെ ഈ പ്രോഡക്റ്റ് നമുക്ക് കിലോയ്ക്ക് 32 രൂപയ്ക്ക് കിട്ടും. ഈ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇവിടെ കിലോ കോപ്പർ ആൻഡ് ബ്രാസ് ഷൈനിങ് പൗഡർ പാക്കേജിംഗ് സൈസ് 30 കിലോയാണ് ഒരു ബാഗ് വരുന്നത്. കിലോയ്ക്ക് 32 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇവിടെ അത് കിട്ടും. അതേ സാധനം തന്നെ ചെറിയ വില വ്യത്യാസത്തിൽ ഇവിടെയും കിട്ടും. കോപ്പർ ആൻഡ് ബ്രാസ് ക്ലീനിങ് പൗഡർ 40 രൂപ പെർ kg ആണ്. പക്ഷെ ഇവിടെ 50 കിലോ ബാഗാണ് ഉള്ളത്. അത് 40 രൂപ പെർ kg കിട്ടും. പറയുന്നത് 32 രൂപ മുതൽ 40 രൂപ വരെ പെർ kgക്ക് നമുക്ക് 1 കിലോ കോപ്പർ ആൻഡ് ബ്രാസ് ക്ലീനിങ് പൗഡർ ലഭിക്കും. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് എടുക്കണം എന്ന് മാത്രം. ആ ഒരു പ്രോഡക്റ്റിന്റെ റീറ്റെയിൽ വില നമുക്കൊന്ന് നോക്കാം. ഇവിടെ 240 രൂപ പെർ kg ആണ് വരുന്നത്. ഇവിടെ 433 രൂപ പെർ kg വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 497 രൂപ പെർ kg വരുന്നുണ്ട്. എങ്ങനെ പോയാലും 250 മുകളിൽ പെർ kg വില വീഴുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ആയിട്ടും വാങ്ങി നോക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ റീറ്റെയിൽ വിലയും കണ്ടു, ഹോൾസെയിൽ വിലയും കണ്ടു. രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താഴെ. നിങ്ങൾക്കതിൽ കയറി നോക്കാവുന്നതാണ്. ആദ്യം മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക. ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ഇന്ന കടകൾ എന്നില്ല. ഹാർഡ്വെയർ ഷോപ്പിലൂടെ വിൽക്കാം, പാത്രക്കടകളിലൂടെ വിൽക്കാം, സാധാരണ കടകളിലൂടെ വിൽക്കാം, മാടക്കടകൾ, പെട്ടിക്കടകൾ, പലചരക്ക് കടകൾ, കൂടാതെ നമ്മളുടെ ഫാൻസി ഐറ്റംസ് കിട്ടുന്ന കടകൾ, എവിടെ വേണമെങ്കിലും ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് അല്പം മാർക്കറ്റിംഗ് എബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ വിൽക്കാൻ പറ്റും. കാരണം നമ്മൾ ബൾക്കായിട്ട് വരുത്തുന്നു, നമ്മൾ ചെറിയ പാക്കറ്റിൽ റീപാക്ക് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു, നമ്മളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതലൊന്നും ഇതിൽ ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വിപണനം നടത്താൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞു 40 രൂപ പെർ kgക്കാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് എന്ന്. നമുക്ക് നമ്മളുടെ മറ്റുള്ള എക്സ്പെൻസസുകളെല്ലാം കൂടെ നമുക്കൊരു 100 രൂപയിൽ ഒതുക്കാൻ പറ്റും പെർ kg. ഈ 100 രൂപയിൽ ഒതുക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് 200 രൂപ പെർ kgക്ക് കൊടുക്കാൻ പറ്റും. കടക്കാരൻ അത് 250 രൂപ പെർ kgക്ക് വിൽക്കും, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ പെർ kgക്ക് വിൽക്കും. അപ്പോൾ നമ്മളുടെ ലാഭം എന്ന് പറയുന്നത് പെർ kg 100 രൂപയാണ്. ഒരു ദിവസം നമുക്ക് 10 കിലോ വിൽക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും 1000 രൂപ നെറ്റ് പ്രോഫിറ്റ് ആണ്.
ഞാൻ ആദ്യം പറഞ്ഞ 32 രൂപയിൽ നിന്ന് 100 രൂപയിലോട്ട് വന്നപ്പോൾ അവിടെ നമുക്ക് വേറെയും പ്രോഫിറ്റ് കിടപ്പുണ്ട്. അത്രയും എക്സ്പെൻസസ് ഒന്നും ആകുകയില്ല. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഒരു 1000 രൂപ പെർ ഡേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പ്രോഡക്റ്റിലേക്ക് കടക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.